US-ഇറാൻ സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിച്ചതോടെ സ്വപ്ന നഗരമായ ദുബായിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി രൂപപ്പെടുന്നതായി റിപ്പോർട്ട്. ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളാണ് ആശങ്കയിലായിരിക്കുന്നത്. സംഘർഷ അന്തരീക്ഷം മാസങ്ങൾ പിന്നിടുമ്പോൾ ദുബായിൽ പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ആളുകൾക്ക് പുതിയ ജോലികൾ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നതായി ദി ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ച് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. UAE-ക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ വിനോദസഞ്ചാരം, വ്യോമയാന മേഖല, വിദേശികളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റ് ബിസിനസ്സുകൾ എന്നിവ പ്രതിസന്ധിയിലാണ്. പല കമ്പനികളും പുതിയ ആളുകളെ നിയമിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. മാൻപവർ ഗ്രൂപ്പ് നടത്തിയ സർവേ പ്രകാരം UAE-യിലെ 4/1 തൊഴിലുടമകൾ ഈ വർഷം 3-ാം പാദത്തിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നു. 3/1 കമ്പനികൾക്ക് പുതിയ നിയമനങ്ങളെക്കുറിച്ച് യാതൊരു പദ്ധതിയുമില്ലാത്ത അവസ്ഥയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായിൽ വിദേശ കുടുംബങ്ങൾ കൂട്ടത്തോടെ നാടുകളിലേക്ക് മടങ്ങിയത് ഗാർഹിക തൊഴിലാളികളെയും ഡ്രൈവർമാരെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടിയതോടെ മലയാളികൾ അടക്കമുള്ള IT, അക്കൗണ്ടിംഗ് മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും ജോലി നഷ്ടപ്പെട്ടു. ജോലിയിൽ തുടരുന്നവർക്ക് ടൂറിസ്റ്റുകളുടെ കുറവും മൂലം കമ്മീഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ വരുമാനം ലഭിക്കുന്നത്. പലർക്കും നിശ്ചിത ശമ്പളം കമ്പനികൾ നിഷേധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശമ്പളം ഇല്ലാതാവുകയോ വൻതോതിൽ ശമ്പളം കുറയുകയോ ചെയ്തതോടെ നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികൾക്ക് കഴിയുന്നില്ല. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും കുട്ടികളുടെ പഠനത്തെയും ബാധിച്ചു തുടങ്ങി. വായ്പകളും ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും തീർക്കാൻ കഴിയാത്ത നിരവധി പ്രവാസികളാണ് UAE-യിൽ കുടുങ്ങിക്കിടക്കുന്നത്. തൊഴിൽ മേഖലയിലെ ഈ മന്ദഗതി താൽക്കാലിക പ്രതിസന്ധി മാത്രമാണെന്നും UAE ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് സാമ്പത്തിക ടൂറിസം മന്ത്രിയുടെ വിശദീകരണം. ബിസിനസ്സുകളെ സഹായിക്കാൻ $680 മില്യൺ പാക്കേജ് UAE പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എങ്കിലും സംഘർഷം മൂലം നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവാസികൾക്ക് രാജ്യം വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഏപ്രിലിൽ നൽകിയ അഭിമുഖത്തിൽ യുദ്ധത്തിന്റെ ആഘാതത്തെ ഒരു താൽക്കാലിക തടസ്സമെന്ന് മാത്രമാണ് മന്ത്രി വിശേഷിപ്പിച്ചത്. കൂടാതെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അതേസമയം ആളുകളോ ബിസിനസ്സുകളോ ദുബായ് വിട്ടുപോകുന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ദുബായ് ഇൻവെസ്റ്റ്മെന്റ്സ് CEO ഖാലിദ് ജാസിം മുഹമ്മദ് ബിൻ ഖൽബാനും വേഗത്തിലുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. അതേസമയം താൽക്കാലിക വെടിനിർത്തൽ പ്രതീക്ഷകൾ നൽകിയിരുന്നെങ്കിലും US-ഉം ഇറാനും തമ്മിൽ വീണ്ടും ആരംഭിച്ച ആക്രമണങ്ങൾ അനിശ്ചിതത്വം നിലനിർത്തുകയാണ്. നിരവധി തൊഴിലാളികൾക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ മാത്രമാണ് അവരെ ദുബായിൽ നിലനിർത്തുന്നത്. അതേസമയം ജോലി നിലനിർത്താൻ കഴിഞ്ഞ പ്രവാസികളുടെ അവസ്ഥയും ഒട്ടും സുരക്ഷിതമല്ല. മെയിന്റനൻസ് കരാറുകൾ ഇല്ലാതായതോടെ നിർമ്മാണ മേഖലകളിൽ പ്രൊജക്ടുകൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. തൊഴിലാളികൾ ദിവസവും ജോലിക്ക് പോകേണ്ടി വരുന്നുണ്ടെങ്കിലും കൃത്യമായ പണി ലഭിക്കുന്നില്ല. ഈ പ്രതിസന്ധി ദുബായിൽ മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രവാസികളുടെ നാട്ടിലെ കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തുകയാണ്. പല പ്രവാസി തൊഴിലാളികൾക്കും ദുബായിൽ ജോലി നഷ്ടപ്പെടുന്നത് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെയും കുടുംബത്തിന്റെ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.